ഇത് നമ്മുടെ ലീഡിൽ നമ്മുടെ സുന്ദരിപ്പൂല്ലേ ചായൻ്റെ അവിടെ കരിപ്പൂ എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട്. കുഞ്ഞ് കുഞ്ഞ് പൂ ഉണ്ടാവണത് 2,99 ഉള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട കുറേ ചെടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ അരളിപ്പൂവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അല്ലേ കഴിച്ചിട്ട് പോയിസണസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി വീടിൻ്റെ അടുത്ത് കുറച്ച് നീക്കി നടാൻ എഴുതിയിട്ടാട്ടോ. പക്ഷെ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ ചെടിയൊക്കെ ഉണ്ട്. നമ്മൾ ചെടികൾ വാങ്ങുമ്പോഴല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെരിനിയലാണ് ആനുവലാണോ എന്നുള്ളത്. ആനുവൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൈക്കിളിൽ അവരുടെ ലൈഫ് സൈക്കിൾ ആ ഒരു വർഷത്തെ സീസൺ കൊണ്ട് തീരും, പിന്നെ തിരിച്ചു വരത്തില്ല. പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറും വീണ്ടും കംബാക്ക് ചെയ്യും. പക്ഷേ എല്ലാ പെരിനിയൽസും ഇപ്പോൾ ഇതൊക്കെ മിക്കവാറും പെരിനിയൽസാണ് ഞാൻ വാങ്ങിച്ചേനെ. പക്ഷെ അതെല്ലാതും ഫ്രോസ്റ്റ് വന്നു കഴിയുമ്പോൾ അത് അതിജീവിച്ച് വരുമെന്നല്ല. എന്നാലും മിക്കവാറും പെരിനിയൽസ് എന്ന് പറയുന്ന നമുക്കൊന്നെങ്കിൽ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്തത് നോക്കിയാൽ മതി ആ പ്ലാന്റ് പെരിനിയലാണോ ആനുവലാണോ എന്നത്. പക്ഷേ ആനുവൽ പ്ലാന്റ്സിലെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള പെറ്റൂണിയൊക്കെ ആനുവൽസ് ആണ്. അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേ കൂടുതലും പെരിനിയൽ വാങ്ങി വെക്കുകയാണ്. പുറത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ മണ്ണിൽ വെക്കുമ്പോൾ പെരിനിയൽസ് വാങ്ങി വെക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വന്നോളും. അത് വിൻ്ററൊക്കെ അതിജീവിച്ച്. കമീലിയ ഭയങ്കര നല്ലൊരു പെരിനിയലാട്ടോ. അത് പെട്ടെന്ന് എല്ലാ സീസണിലും വന്നോളും. നല്ലൊരു വുഡ് മരം പോലെ വന്നിട്ട് റോസാപ്പൂ പോലെ വരുന്ന ചെടിയാണ് കമീലിയ. ഇതൊക്കെ ഇപ്പോൾ 299 ലിഡിലിരിപ്പുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. ഞാൻ ഇവിടെ കണ്ടോ ഒരു പാത്രം നിറയെ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു പ്ലം ട്രീയും വാങ്ങിച്ചിട്ടുണ്ട്.